ഇത് നമ്മൾ ഡിവൈഡ് ചെയ്തൊരു പെട്ടിയായിരുന്നു. ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ റാണി സഹിതമുള്ളത് നമ്മൾ കുറേ ദൂരേക്ക് മാറ്റി വെച്ചു. അതിനുശേഷം ഇതിനകത്ത് നമ്മൾ പുതിയ സെല്ല് പിറ്റേ ദിവസം അന്ന് വൈകിട്ട് തന്നെ പുതിയ സെല്ല് റാണി സെല്ല് കൊടുത്തു. റാണി സെല്ല് വിരിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ കുറേ ദിവസം കഴിഞ്ഞപ്പം ഈച്ച ഇങ്ങനെ പുറത്തിറങ്ങിയിരിക്കാൻ തുടങ്ങി. അപ്പോൾ അത് അതിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് നമുക്ക് റാണി ഇല്ല എന്നുള്ളതാണ് ഈ പുറത്തിറങ്ങിയിരിക്കുന്നതിൻ്റെ ലക്ഷണം കാണിക്കുന്നത്. കാരണം അവർ ആക്റ്റീവല്ല, അവർ മടിയന്മാരായി പോവുക. അപ്പോഴത്തേക്കും ഞാൻ തുറന്നു നോക്കിയപ്പം ആ സെല്ല് കറക്റ്റായിട്ട് വിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ സെല്ല് വിരിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കറക്റ്റായിട്ട്, അടപ്പൊക്കെ തുറന്ന് കറക്റ്റായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഒന്നെങ്കിൽ മേറ്റിങ്ങിന് പോയ സമയത്തോ വല്ലതും റാണി നമുക്ക് നഷ്ടപ്പെട്ടതായിരിക്കും, വല്ല പക്ഷി പിടിക്കുകയോ വല്ലതും ചെയ്തതായിരിക്കും. അപ്പോൾ അത് നമ്മൾ മനസ്സിലായത് കുറച്ച് ലേറ്റായിട്ടാണ്. അപ്പോൾ ഇത് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നന്നായി വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹൈ റിസ്ക്കാണ്. അപ്പോൾ പിന്നെ ഏതായാലും ഒരു പരീക്ഷണത്തിന് ഞാൻ പുതിയ സെല്ല് വിരിയാറായത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരെ വേറെ തരത്തിലൊന്നും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അപ്പോൾ അത് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു കോളനി സജീവമായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് പുതിയ സെല്ല് വിരിഞ്ഞിറങ്ങിയിട്ടുണ്ടാവും ഇപ്പം. പക്ഷേ നമ്മൾ അത് റാണി നന്നാവാതെ നമ്മളത് നോക്കുമ്പം അവർക്കൊരു ഡിസ്റ്റർബൻസാണ്. ഓക്കെ, അന്നേരം പിന്നെ സംഭവിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇതിങ്ങനെ പുറത്തിറങ്ങിയിരിക്കുകയാണ് അവർ. അപ്പോൾ പുറത്തിറങ്ങിയിരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെള്ള ഡോട്ടുകൾ, റാണി ഇല്ലാത്ത പെട്ടിയിൽ ആ വെള്ള ഡോട്ടുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അവർ മെഴുക് വയ്ക്കുന്നതാണോ എന്തോ, ഇത് ഈ റാണി ഇല്ലാത്തതിൻ്റെ ഒരു ലക്ഷണമാണ്. അപ്പം ഞാൻ തുറന്നു നോക്കിയപ്പം ശ്രദ്ധിച്ചപ്പം ഈച്ചകൾ മുട്ടയിടാൻ തുടങ്ങിയിട്ടില്ല. അതായത് അവർ തേൻ നിറച്ച് വെച്ച് പൂമ്പൊടിയൊക്കെ ആയിട്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈച്ച മുട്ടയിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രക്ഷയില്ല. കാരണം ഓരോ ഈച്ചയും ഓരോ റാണിയായിട്ട് പ്രിറ്റൻഡ് ചെയ്താണ് അവർ മുട്ടയിടാൻ തുടങ്ങുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ പുതിയ റാണിയെ കൊടുത്താൽ പോലും റാണിമാരുടെ സംഘർഷം പോലെ തന്നെ അത് വഴക്കുണ്ടാക്കി റാണിയെ അവർ കൊന്നുകളയുള്ളൂ. അപ്പം മുട്ടയിടാൻ തുടങ്ങാത്ത സാഹചര്യത്തിൽ നമുക്കൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിത് കൊടുത്തേക്കുന്നത്. കോളനി വിജയിച്ച് കിട്ടിയാൽ നന്നാവും. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളൊന്ന് പറഞ്ഞു തരുവാണ് ചെയ്തത്. ഓക്കെ, ശരി. അപ്പോൾ അതായത് കണ്ടോ, ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ അവർക്ക് ആ റാണി ഇല്ലാത്തതിൻ്റെ ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. അതുപോലെ ഈച്ചയ്ക്കൊരു പെയിൽ കളറായിരിക്കും, അതായത് നല്ല ഒരു തിളക്കമുള്ള കളർ മാറിയിട്ടൊരു ബ്ലാക്കിഷ് രീതിയിലേക്ക് മാറും. അപ്പോൾ എന്നിട്ടിങ്ങനെ പുറത്ത് വന്നിരിക്കാൻ തുടങ്ങും. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ആ സെല്ല് കൊടുത്തത് കൊണ്ട് രക്ഷപ്പെട്ട് കിട്ടിയാൽ നന്നായി, അല്ലെങ്കിൽ പിന്നെ നമ്മൾ കോളനിയെ പറപ്പിച്ച് കളയാന്നുള്ളതേ ഉള്ളൂ.